CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇലക്ഷൻ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം. എന്ന് വെച്ചാൽ ഇലക്ഷനിൽ വൻ പരാജയം ഏറ്റുവാങ്ങി അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തിയിരുന്നു. അതേക്കുറിച്ചുള്ള വിശദമായ ഒരു ലേഖനമാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. തോൽവിയുടെ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരും നിഷ്പക്ഷമതികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന്. CPIM ന്യൂനപക്ഷ പ്രീണനം നടത്തി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അനർഹമായത് നൽകി, വാരി കോരി കൊടുത്തു ന്യൂനപക്ഷങ്ങൾക്ക്. ഇതൊക്കെയാണ് ഉയർന്നു വരുന്ന ആരോപണം. അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ CPIMന് നഷ്ടപ്പെട്ടു, മുസ്ലിം വോട്ടുകൾ CPIMന് കിട്ടിയതുമില്ല. അതാണ് പരാജയത്തിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തോട് CPIM എടുക്കുന്ന സമീപനം മാറേണ്ടതുണ്ടോ, അത് മാറ്റേണ്ടതുണ്ടോ? ഈ ചോദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് CPIMനെതിരെ. വലിയ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ CPIMന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി എഴുതിയ ഈ ലേഖനത്തിന്റെ അവസാന പാരഗ്രാഫ് ന്യൂനപക്ഷങ്ങളോടുള്ള CPIM സമീപനം എന്താണ് എന്ന് പറയുന്നതാണ്. അത് ഇങ്ങനെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും വോട്ട് നേടാനുള്ള നയത്തിന്റെ ഭാഗമായല്ല ന്യൂനപക്ഷ സംരക്ഷണത്തെ CPIM കാണുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്താനുള്ള സമരത്തിന്റെ മർമ്മപ്രധാനമായ വശമാണ് ന്യൂനപക്ഷാവകാശങ്ങളുടെ പരിരക്ഷ. അതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമത്തെയും ഏക സിവിൽ കോഡിനെയും CPIM എതിർക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമോ, ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് നോക്കിയുള്ള അവസരവാദ സമീപനത്തിന്റെ ഭാഗമല്ല അത്. ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ CPIM കാണുന്നത്. ഈ നിലപാട് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ CPIM ശ്രമിക്കും. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമവും പാർട്ടിയുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും. തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം നേടി തിരിച്ചു വരിക എന്നതാണ് CPIMന്റെ തീരുമാനം എന്നാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ഈ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കേണ്ടതുണ്ട്, മുഴുവൻ വായിക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട ഒരു വരി അത് ഇങ്ങനെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും വോട്ട് നേടാനുള്ള നയത്തിന്റെ ഭാഗമായല്ല ന്യൂനപക്ഷ സംരക്ഷണത്തെ CPIM കാണുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്താനുള്ള സമരത്തിന്റെ മർമ്മപ്രധാനമായ വശമാണ് ന്യൂനപക്ഷാവകാശങ്ങളുടെ പരിരക്ഷ. അതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമത്തെയും ഏക സിവിൽ കോഡിനെയും CPIM എതിർക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമോ, ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് നോക്കിയുള്ള അവസരവാദ സമീപനത്തിന്റെ ഭാഗമല്ല അത് എന്ന് CPIMന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ്. അത് നേരത്തെ തന്നെ CPIM നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദു തീവ്രവാദത്തിന്റെ ഇര ആരാണ്? അത് മുസ്ലിം ന്യൂനപക്ഷമാണ്. വിശാലാടിസ്ഥാനത്തിൽ ന്യൂനപക്ഷമാണ്, പിന്നീട് കമ്മ്യൂണിസ്റ്റുകളുമാണ്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെയാണ് ആദ്യം ലക്ഷ്യമിടുന്നത് ഹിന്ദു തീവ്രവാദികൾ. അതിന് എതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പരിപാടിയാണ്, നയമാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക തന്നെ ചെയ്യും. കാരണം അവർ ഇരകളാണ്. ഇരകളെ സംരക്ഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ CPIMന്റെ പ്രഖ്യാപിത നിലപാട്. അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഇനിയും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് അണുകിട മാറ്റമുണ്ടാകില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതോടൊപ്പം തന്നെ തോൽവിക്ക് കാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു വിമർശനം, ആ വിമർശനത്തിനും മറുപടി പറയുന്നുണ്ട് MP ഗോവിന്ദൻ മാസ്റ്റർ. അത് ഇങ്ങനെയാണ്. മതം, ജാതി, സ്വത്വവാദ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും LDFനെ പരാജയപ്പെടുത്താൻ UDFനെയും BJPയെയും ഒരുപോലെ സഹായിച്ചു. ഇസ്ലാം രാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മുസ്ലിം ലീഗും UDFും ഒരു മുന്നണിയായാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കക്ഷികൾ ചില മണ്ഡലങ്ങളിൽ പ്രത്യേകമായി മത്സരിക്കാറുണ്ടെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കക്ഷികളെല്ലാം ഒരു മുന്നണി പോലെയാണ് പ്രവർത്തിച്ചത്. ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണിയെ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷ വർഗീയത വളർത്തിയെടുക്കാൻ BJPയും ശ്രമിച്ചു. ഈ വസ്തുത മറച്ചുപിടിക്കാനാണ് മതനിരാസമാണ് CPIMന്റെ മുഖമുദ്രയെന്ന് പ്രസ്താവനയുമായി പാണക്കാട് സാദിഖലി തങ്ങൾ രംഗത്തു വന്നത്. മതനിരോധനത്തെ ഒരു കാലത്തും പിന്തുണയ്ക്കാത്ത പാർട്ടിയാണ് CPIM. ഏതു മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തണമെന്ന് CPIMന്റെ പാർട്ടി പരിപാടി പറയുന്നുണ്ട് എന്ന് ഇതാണ് പറയുന്നത്. കേരളത്തിൽ ഒരു വർഗീയ മുന്നണി രൂപപ്പെട്ടിരിക്കുന്നു, ന്യൂനപക്ഷ വർഗീയ മുന്നണി എന്നാണ് CPIM ആ മുന്നണിയെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ UDF സമം ന്യൂനപക്ഷ വർഗീയ മുന്നണി ഇതായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. മുസ്ലിം ലീഗിന് കേരളത്തിൽ ഒരു മതേതര മുഖമുണ്ടായിരുന്നു.
ആ മുഖം ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലെയുള്ള സംഘടനകൾ. അതുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയ മുന്നണിയായി മാറിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് മതേതരത്വ നിലപാട് പൂർണ്ണമായും മാറ്റിവെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ തീവ്രവാദ മുഖം എടുത്ത് അണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുഖം നഷ്ടപ്പെട്ടു മുസ്ലിം ലീഗിന് എന്ന് പറയേണ്ടി വന്നത്. അത് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണി സമം UDF എന്ന അവസ്ഥ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. അത് ആർക്ക് ഗുണകരമാണ്? അത് BJPക്ക് ഗുണകരമാണ്. വർഗീയത ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷ വർഗീയതയും ശക്തിപ്പെടും. ന്യൂനപക്ഷ വർഗീയത അതിൻ്റെ നഖം ഉയർത്തി മുന്നോട്ട് വന്നാൽ ഭൂരിപക്ഷ വർഗീയത അതിനേക്കാളും ശക്തിയോടെ നഖം ഉയർത്തി മുന്നോട്ട് വരും. എന്ന് വെച്ചാൽ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എപ്പോഴും ഈ വർഗീയ ശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള SDPI പോലെയുള്ള സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ നിലപാട് മാറ്റുകയും അവരെ കൂടെ ചേർക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം ലീഗും ഒരു വർഗീയ മുന്നണിയായി രൂപപ്പെട്ടിരിക്കുന്നു. അത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയ മുന്നണി കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി രൂപപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നു. ആ മുന്നണി ഒരു ഭാഗത്തും മറുഭാഗത്ത് BJPയെ ശക്തിപ്പെടുത്താൻ ഈ മുന്നണി ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശക്തമായ പ്രചാരണം ഇത് സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് CPIM കണക്ക് കൂട്ടുന്നത് എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമായും പറയുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റത് എന്ന ശരിയായ വിശകലനത്തിലേക്കും പഠനത്തിലേക്കും വരുന്നുണ്ട് CPIMും മറ്റ് ഇടതുപക്ഷ പാർട്ടികളും എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഉദാഹരണമാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ലേഖനവും.